അങ്ങനെ കൊൽക്കത്തയിലെ വിക്ടോറിയ മെമ്മോറിയൽ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ ഇറങ്ങി. ഉച്ച നേരമായി വിശക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും പല ഹോട്ടലുകളിലും പാർക്കിംഗ് ഫെസിലിറ്റി വളരെ ഒരു പ്രശ്നമായി തോന്നി. അതുകൊണ്ട് തന്നെ ചെറിയ സ്നാക്സ് കഴിച്ച് ഇന്നത്തെ ലഞ്ച് അവസാനിപ്പിച്ചു. ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പഴയൊരു സുഹൃത്തിനെ കാണാനാണ്. 10-15 കൊല്ലം മുമ്പ് കൂടെ ജോലി ചെയ്തിരുന്ന ഒരു സുഹൃത്തിനെ കാണാൻ. അദ്ദേഹം സോഷ്യൽ മീഡിയയിലൊന്നും അത്ര സജീവമല്ല. അതുകൊണ്ട് കൊൽക്കത്ത വരെ വന്നതല്ലേ, വീട്ടിൽ പോയി ഒന്ന് കാണാമെന്ന് കരുതി. ഇതൊട്ടും പ്ലാൻ ചെയ്യാത്തൊരു യാത്രയാണ്. കൊൽക്കത്തയിലെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഇവിടെ എന്തായാലും പോകണമെന്ന് തോന്നാൻ കാരണം അദ്ദേഹം അത്രമാത്രം നിർബന്ധിച്ചതുകൊണ്ടാണ്. പിന്നെ ഈ ഒരു എലക്ഷൻ്റെ അന്തരീക്ഷത്തിൽ ഇവിടെപ്പെട്ട ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ അഡ്വൈസസ് വളരെയധികം ഉപയോഗപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ കണ്ട കൊൽക്കത്തയിലെ തിക്കോ തിരക്കോ ഒന്നുമില്ലാത്തൊരു സ്ഥലത്തേക്കായിരുന്നു ഞങ്ങൾ പോയത്. ഈ പടുകൂറ്റൻ കെട്ടിടങ്ങൾക്കിടയിൽ കുട്ടികൾക്ക് കളിക്കാനും എല്ലാവർക്കും എക്സസൈസ് ചെയ്യാനും ഒത്തൊരുമിച്ച് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനുമൊക്കെയുള്ള കുറേ ഇടങ്ങൾ അവിടെ കാണാൻ പറ്റി. നമ്മുടെ സുഹൃത്തിനെ കണ്ടുമുട്ടി. 10-15 വർഷം മുമ്പുള്ള പരിചയമാണ്. കണ്ടപ്പോൾ രണ്ടുപേർക്കും വളരെയധികം സന്തോഷമായി. ഏകദേശം 5 മണിയോടുകൂടി ഇവിടെ എത്തിയ ഞങ്ങൾ അല്പനേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് അപ്പം തന്നെ പോകാമെന്നാണ് കരുതിയത്. അവരവിടെ നമുക്ക് വേണ്ടി ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ കരുതി വെച്ചിരുന്നു. ഇതാ അവിടുത്തെ ഫേമസ് ഫുഡാണ്. എല്ലാം നല്ല ടേസ്റ്റായിരുന്നു. അവരുടെ തനതായ രീതിയിലുള്ള ഭക്ഷണങ്ങൾ പരിചയപ്പെടുത്തുക എന്നതും കൂടി അവർ നമുക്ക് വേണ്ടി ചെയ്തു. അത് നമ്മൾക്കും വളരെ സന്തോഷമായി. പിന്നീട് ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയത്. ഈ തടാകത്തിനടുത്തു കൂടിയൊക്കെ ഒരുപാട് നേരം ഞങ്ങൾ നടന്ന് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. ഇവിടെ ഈ ഫ്ലാറ്റിൽ ഇവരോടൊപ്പം ഇവിടെ താമസിക്കണമെന്ന് ഒരുപാട് ഞങ്ങളെ നിർബന്ധിച്ചു. പക്ഷെ അടുത്ത ദിവസം ഞങ്ങൾക്കൊരു ദീർഘയാത്ര പോകാനുള്ളതുകൊണ്ട് 9 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ സൗഹൃദങ്ങളുടെ യാത്രകൾ തുടരും.